വസ്ത്ര കയറ്റുമതി കൊണ്ട് കേരളക്കരയെ വാനോളം ഉയർത്തിയ കമ്പനി. കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നിർമ്മാതാക്കൾ, രാജ്യത്തെ ഏറ്റവും വലിയ നിർമ്മാണശാലയുള്ള കമ്പനി, 21 വർഷങ്ങൾ കൊണ്ട് 17,000% കുതിച്ച ഓഹരികൾ. കേരള സ്റ്റോക്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കിറ്റെക്സിനെ കുറിച്ചാണ്. ഓഹരികളുടെ നീക്കം, കമ്പനിയുടെ ബിസിനസ് മോഡൽ, ഫണ്ടമെന്റൽ അനാലിസിസ് എന്നിവ നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു കേരള സ്റ്റോക്സ്. കമ്പനി അനാലിസിസിനെ പറ്റി പറയുകയാണെങ്കിൽ, കേരളത്തിലെ കിഴക്കമ്പലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിറ്റെക്സ് ഗാർമെന്റ്സ് അപ്പാരൽ വ്യവസായത്തിലെ പ്രധാന കമ്പനിയാണ്. 1992 സ്ഥാപിതമായ കമ്പനി ആഗോളതലത്തിൽ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ നിർമ്മാതാക്കളിൽ ഒന്നാണ്. വസ്ത്രങ്ങളുടെ രൂപകൽപ്പന, ഉൽപാദനം, കയറ്റുമതി എന്നിവയാണ് കമ്പനിയുടെ ശ്രദ്ധ. നിർമ്മാണം, ഹോസ്പിറ്റാലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സാന്നിധ്യമുള്ള അന്ന കിറ്റെക്സ് ഗ്രൂപ്പിന്റെ കീഴിലാണ് കമ്പനിയുടെ പ്രവർത്തനം. അന്ന കിറ്റെക്സ് കുടുംബത്തിൽ രണ്ടാം തലമുറയെ പ്രതിനിധീകരിക്കുന്ന സാബു എം ജേക്കബ് ആണ് കിറ്റെക്സിന്റെ സ്ഥാപകൻ. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ തൊഴിൽ ദാതാക്കളും കൂടിയാണ് കിറ്റെക്സ്. പ്രധാനമായും വടക്കേ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമാണ് കമ്പനി വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. വാൾമാർട്ട്, ആമസോൺ, ഗർബർ, കോട്ടേഴ്സ് എന്നിവ ഉൾപ്പെടെയുള്ള ലോകത്തിലെ മുൻനിര കമ്പനികളാണ് കിറ്റെക്സിന്റെ പ്രധാന ക്ലയന്റുകൾ. കമ്പനിയുടെ വരുമാനത്തിൽ 69% US-ൽ നിന്നാണ്. 25% മാത്രമാണ് ഇന്ത്യൻ വിപണി സംഭാവന ചെയ്യുന്നത്. തെലങ്കാനയിലെ 1.2 കിലോമീറ്റർ നീളമുള്ള ഉൽപാദന കേന്ദ്രവും കമ്പനിക്കുണ്ട്. ഇത് 3.6 കിലോമീറ്ററായി വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കമ്പനി. ഇതോടെ ലോകത്തിലെ ഏറ്റവും നീളമുള്ള സംയോജിത ഉൽപാദന കേന്ദ്രമായി കിറ്റെക്സ് മാറും. കൊച്ചിയിൽ കമ്പനിക്ക് അത്യാധുനികവും ഓട്ടോമാറ്റിക്കുമായ മെഷീനറികൾ ഉപയോഗിച്ച് നൂൽ വസ്ത്രങ്ങളാക്കി മാറ്റുന്നതിനുള്ള യന്ത്രങ്ങളുണ്ട്. പ്രതിദിനം 4 ലക്ഷത്തിലധികം വസ്ത്രങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷിയാണ് ഇതിനുള്ളത്. നിലവിൽ തെലങ്കാനയിലെ വാറങ്കലിലും സീതാമാംപൂരിലുമായി 2 ഉൽപാദന കേന്ദ്രങ്ങളുടെ നിർമ്മാണത്തിലാണ് കമ്പനി. 2025 മാർച്ചോടെ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന നിർമ്മാണത്തിന്റെ മൊത്തം ചിലവ് 2,890 കോടി രൂപയാണ്. അടുത്ത 3 വർഷത്തിനുള്ളിൽ 2.5 ദശലക്ഷം ശിശു വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കാനാണ് ഇതിലൂടെ കമ്പനിയുടെ ലക്ഷ്യം. 22,000 തൊഴിൽ അവസരങ്ങളാണ് ഇതിലൂടെ കമ്പനി സൃഷ്ടിക്കുക. ഇതിൽ ഏകദേശം 80% തൊഴിലവസരങ്ങൾ സ്ത്രീകൾക്ക് മാത്രമാണ്. ഇനി സ്റ്റോക്ക് അനാലിസിസിനെ പറ്റി പറയുകയാണെങ്കിൽ, BSEയിലെ ഡാറ്റ പ്രകാരം 2003 ഓഹരികളുടെ വ്യാപാരം ആരംഭിക്കുന്നത്. 3.45 രൂപയിൽ വ്യാപാരം തുടങ്ങിയ ഓഹരിയുടെ നിലവിലെ വില 608 രൂപയാണ്. അതായത് 17,623% കുതിപ്പാണ് 21 വർഷ കാലയളവിൽ ഓഹരികളിൽ ഉണ്ടായത്. 2014 ഓഹരികൾ വമ്പൻ മുന്നേറ്റം നടത്തിയത്. ആ വർഷം മാത്രം ഓഹരികൾ ഉയർന്നത് 519%. 2024 ഇതുവരെ ഓഹരികൾ ഉയർന്നത് 170%. ഓഹരികളുടെ എക്കാലത്തെയും ഉയർന്ന വില 764.3 രൂപ. 52 ആഴ്ചയിലെ ഉയർന്ന വില 678.7 രൂപയും താഴ്ന്ന വില 177 രൂപയുമാണ്. മികച്ച ഡിവിഡൻഡ് ട്രാക്ക് റെക്കോർഡാണ് കമ്പനിക്കുള്ളത്. 42 തവണകളായി 33.85 രൂപയുടെ ഡിവിഡൻഡാണ് കമ്പനി നൽകി വന്നിട്ടുള്ളത്. ഒരു തവണ മാത്രമാണ് കമ്പനി ബോണസ് ഇഷ്യൂ നൽകിയത്. 2017 ജൂൺ 22 കൈവശമുള്ള 5 ഓഹരികൾക്ക് 2 ബോണസ് ഓഹരികൾ കമ്പനി നൽകി. 2005 നവംബർ 5 ഓഹരികൾ വിഭജിച്ചു. 10 രൂപ ഫേസ് വാല്യൂ ഉണ്ടായിരുന്ന ഒരു ഓഹരി 1 രൂപ ഫേസ് വാല്യൂ ഉള്ള 10 ഓഹരികളായാണ് വിഭജിച്ചത്. ഇനി കമ്പനിയുടെ ഫൈനാൻഷ്യൽ അനാലിസിസ് നോക്കാം. അവസാന 3 വർഷത്തെ കമ്പനിയുടെ സാമ്പത്തിക ഡാറ്റ നോക്കുകയാണെങ്കിൽ, 2022 സാമ്പത്തിക വർഷത്തിലെ കമ്പനിയുടെ വരുമാനം 788 കോടി രൂപയായിരുന്നു. ഇത് 2023 സാമ്പത്തിക വർഷത്തിൽ 29% ഇടിവോടെ 557 കോടി രൂപയായി താഴ്ന്നു. 2024 സാമ്പത്തിക വർഷത്തിലെ കമ്പനിയുടെ വരുമാനം 11% വർധനയോടെ 616 കോടി രൂപയിലെത്തി. സമാന കാലയളവിൽ കമ്പനിയുടെ ലാഭം നോക്കാം. 2022 സാമ്പത്തിക വർഷത്തിൽ 128 കോടി രൂപയുടെ ലാഭത്തിലായിരുന്നു കമ്പനി. ഇത് 2023 സാമ്പത്തിക വർഷത്തിൽ 54% ഇടിവോടെ 59 കോടി രൂപയായി കമ്പനി റിപ്പോർട്ട് ചെയ്തു. 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ലാഭം 15% വർധനയോടെ 68 കോടി രൂപയിലെത്തി. ഇനി നമുക്ക് കമ്പനിയുടെ EPS ഒന്ന് നോക്കാം. 2022 സാമ്പത്തിക വർഷത്തിൽ ഓഹരി ഒന്നിന് കമ്പനി നൽകിയിരുന്ന ലാഭം 19.29 രൂപയാണ്.
ഇത് 2023 8.94 രൂപയായി ഇടിഞ്ഞു. 2024 സാമ്പത്തിക വർഷത്തിൽ 10.25 രൂപയാണ് ഓഹരി ഒന്നിന് കമ്പനി നൽകിയത്. ഇനി നമുക്ക് കമ്പനിയുടെ റേഷ്യോ അനാലിസിസിലേക്ക് കടക്കാം. റേഷ്യോ അനാലിസിസ് പ്രധാനമായും നോക്കുന്നത് മുൻ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കമ്പനിയുടെ വളർച്ചയിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് എന്നറിയാനാണ്. മറ്റൊരു കാര്യം സമാന കമ്പനികളുടെ വളർച്ചയുമായി താരതമ്യം ചെയ്യൽ കൂടിയാണ്. ആദ്യം നമുക്ക് കമ്പനിയുടെ ROE പരിശോധിക്കാം. കമ്പനിയിലെ നിലവിലുള്ള നിക്ഷേപകർക്ക് ലഭിക്കുന്ന റിട്ടേൺ ആണ് ROE വ്യക്തമാക്കുന്നത്. കമ്പനിയുടെ 2022 സാമ്പത്തിക വർഷത്തിലെ ROE 16% ഇത് 2023 എത്തുമ്പോൾ 6.75% താഴ്ന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ROE 7.17% ഉയർന്നിരുന്നു. ആഗോള വിറ്റുവരവ് കുറവായതിനാലാണ് കമ്പനിയുടെ ROE കുറഞ്ഞു വരാൻ കാരണമായത്. പ്രധാനമായും നോക്കേണ്ട മറ്റൊരു കാര്യമാണ് പാറ്റ് മാർജിൻ. കമ്പനിയുടെ വരുമാനത്തിന്റെ എത്രത്തോളമാണ് ലാഭം എന്നതാണ് പാറ്റ് മാർജിൻ കാണിക്കുക. അവസാന 3 വർഷത്തിലെ കമ്പനിയുടെ പാറ്റ് മാർജിൻ വളരെ മികച്ചതാണ്. 2022 കമ്പനിയുടെ പാറ്റ് മാർജിൻ 16% 2023 ഇത് 11% എത്തിപ്പോയി. 2024 സാമ്പത്തിക വർഷത്തിൽ ഇത് 10.84% വീണ്ടും ഉയർന്നു. കമ്പനിയുടെ കറന്റ് റേഷ്യോ ആണ് നോക്കേണ്ട മറ്റൊരു പ്രധാന മെട്രിക്. നിലവിലെ ആസ്തികൾ ഉപയോഗിച്ച് ഷോർട്ട് ടേം ഡെറ്റ് മറികടക്കുന്നതിനുള്ള കമ്പനിയുടെ ക്യാപ്പബിലിറ്റിയെ വിലയിരുത്തുന്ന ലിക്വിഡിറ്റി റേഷ്യോ ആണ് കറന്റ് റേഷ്യോ. 2022 4.26 ആയിരുന്ന റേഷ്യോ 2023 5.02 ഉയർന്നു. 2024 ഇത് 3.44 താഴ്ന്നു. അടുത്തതായി കമ്പനിയുടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കാം. ഒരു കമ്പനിയുടെ കടത്തെ അതിന്റെ ഇക്വിറ്റിയുമായി താരതമ്യം ചെയ്യുന്ന ഒരു സാമ്പത്തിക മെട്രിക് ആണ് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ. 2022 റേഷ്യോ 9.19% ആയിരുന്നു. 2023 ഇത് 2.84% താഴ്ന്നു. 2024 സാമ്പത്തിക വർഷത്തിലേക്ക് എത്തുമ്പോൾ റേഷ്യോ 0-ലെത്തി. ഇത് കമ്പനി നിലവിൽ യാതൊരു കടങ്ങളുമില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അടുത്തതായി പോയ വാരം മികച്ച നേട്ടം നൽകിയ കേരള കമ്പനികളെ ഒന്ന് നോക്കാം. ഗുജറാത്ത് ഇൻജെക്ട് ഓഹരികളായിരുന്നു പോയ വാരം മികച്ച നേട്ടം രേഖപ്പെടുത്തിയത്. 8.34% ഉയർന്ന ഓഹരികൾ 19.1 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. മണപ്പുറം ഫിനാൻസ് ഓഹരികൾ 3.5% കുതിപ്പോടെ 155.63 രൂപയിൽ ക്ലോസ് ചെയ്തു. പോയ വാരം ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയത് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓഹരികളായിരുന്നു. 12.9% ഇടിഞ്ഞ ഓഹരികൾ 39.04 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. 11.11% താഴ്ന്ന BPL ഓഹരികൾ 100.55 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. മുത്തൂറ്റ് ക്യാപിറ്റൽ ഓഹരികൾ 10.96% ഇടിവോടെ 348.1 രൂപയിലെത്തി. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികൾ 9.36% നഷ്ടത്തോടെയാണ് 1312.4 രൂപയിൽ ക്ലോസ് ചെയ്തത്. KC ലിമിറ്റഡ് ഓഹരികൾ 8.7% ഇടിഞ്ഞ് 2465.2 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിക്ഷേപങ്ങൾ ഏറെ ശ്രദ്ധയോടെ ചെയ്യേണ്ടവയാണ്. നിക്ഷേപിക്കും മുമ്പ് അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടേണ്ടതാണ്. അടുത്ത ആഴ്ചയിൽ മറ്റൊരു കേരള സ്റ്റോക്കുമായി നമുക്ക് വീണ്ടും കാണാം.